അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ ഇന്നത്തെ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നീച്ച് ചോറും കറിയും വെക്കുക, അടിച്ചു വരിക, തുടക്കുക, കഴുകുക എന്നൊക്കെ നമ്മുടെ പരിപാടി. അപ്പോൾ ഞാനിതാ രാത്രി തന്നെ പാത്രമൊക്കെ കഴുകി ക്ലിയറാക്കി ഒക്കെ വൃത്തിയാക്കി വെക്കും. എന്നാൽ പിന്നെ രാവിലെ നീക്കുമ്പോൾ നമുക്ക് വേറെ പണികളൊക്കെ എടുക്കുക എളുപ്പമാണ്. പിന്നെ നമുക്ക് മനസ്സിനും ഒക്കെ ഒരു സുഖം കിട്ടും. അപ്പോൾ ഞാൻ അരച്ച് ചെയ്യണത് നല്ല പൊന്തി വന്നിട്ട് ദോശക്കാണ്. ഇവിടെ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഉഴുന്നിൻ്റെ ആയാലും ഇനി വെറുതെ അരച്ച് ചുട്ടാലും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആ കുപ്പിയിൽ വെള്ളമാക്കി വെച്ച് രാവിലെ നീസം കുടിക്കാനാണ്. നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് എത്തുമ്പോൾ ആ കുപ്പിയത്തെ വെള്ളം എടുത്ത് കുടിച്ച് നല്ല തണുപ്പുണ്ടാവും. രാത്രി എന്നെ കുടിച്ച് വെക്കുന്നതുകൊണ്ട് രാവിലെ നല്ല തണുപ്പിക്കാരം. പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഇടയ്ക്ക് ചോറ്റിന് വെള്ളം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പയർ ഇങ്ങനെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കണത്. പയർ അരിഞ്ഞതിൽ ഒരു 4 ചെറിയ ഉള്ളി, 2 പച്ചമുളകും, ഒരു 2 വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കടുക് വറുത്തിട്ട് ഇടുക. അപ്പോൾ ഇരുമ്പി ചീഞ്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഇരുമ്പി ചീഞ്ചട്ടിയിൽ ഉരുളിയിൽ അതേപോലെ മൺപാത്രത്തിലൊക്കെ പാചകം ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്. അപ്പോൾ പരമാവധി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്ന് നേരത്തെ നീച്ചതൊക്കെ ചെയ്യുന്നത് രാവിലെ നടക്കാൻ പോകണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പക്ഷേ പോകലില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഇട്ടിടുന്ന റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ ചോറ് ആയിക്കോളും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ നടക്കാൻ പോയിരുന്നു കേട്ടോ. അന്ന് നമുക്ക് നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ പോവാ വെച്ചാൽ ഇവർ 8:30 ആകുമ്പോൾ 3 ആക്കും പോകണോണ്ട് ഞാൻ ആവൂലേ എന്നുള്ളൊരു ബേജാറിൽ എത്ര നേരത്തെ നീച്ചാലും എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഇതിനും ഒന്നും ആവൂലേ വിചാരിച്ചിട്ട് ഞാൻ പോകലില്ല. പക്ഷേ പോണത് നല്ലതാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് കൂട്ടുകാരത്തിയാളൊപ്പം നമ്മളെ കൂട്ടുകാരത്തിയാളുണ്ടെങ്കിൽ ഓരോപ്പം ഒന്ന് രാവിലെ ആ കാറ്റത്തൊക്കെ ഒന്ന് നടന്ന് പോകുമ്പോൾ നമുക്കൊരു ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടും. ഒരു അരമണിക്കൂർ അത് നല്ലൊരു ഇതായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഞാൻ പോയപ്പോൾ നല്ലൊരു സുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ പോക്കില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് പോകാൻ നോക്കണം നാളെ തൊട്ട്. അപ്പോൾ കൈപ്പങ്ങ കറിയാണ് ഉണ്ടാക്കണം കേട്ടോ. കൈപ്പങ്ങ ആ കഴിച്ചിന് സാധനമില്ലേ പാവക്ക എന്നൊക്കെ പറയില്ല, അതാണ്. പിന്നെന്താ പറയുക, ഞാനിങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കട്ടെ. ഇവിടെ വേറെ ആർക്കും വലിയ താല്പര്യമില്ല. എന്താ വെച്ചാൽ ഇത് നല്ല കഴിച്ചിന് ഇതാണ് ഈ പച്ച. പക്ഷേ കാക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കാക്കാക്ക് ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കൈപ്പങ്ങ അരിഞ്ഞത് അതിലിടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട്, ചെറിയ ഉള്ളി ഇടണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി എന്തായാലും ഇടണം കേട്ടോ. അതിൽ 2 വലിയ തക്കാളി അരിഞ്ഞിട്ടിങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുക, പുളി ഒഴിച്ച് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ആ എണ്ണ കിരിഞ്ഞ് വരുന്ന വരെ നമ്മൾ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം. പയറത് അപ്പുറത്ത് റെഡിയായി. അത് ഇതേപോലെ തന്നെ 2-3 മിനിറ്റ് നല്ല മൂടി വെച്ച് വേവിച്ചിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് നല്ല വഴറ്റിയെടുക്കണം. അടുപ്പത്തൊക്കെ നല്ല വെച്ച നല്ല രുചിയായിട്ട് അടുപ്പത്ത് വെച്ചാൽ. അതിൻ്റെ അടുത്ത് ദോശ ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ എത്ര നേരത്തെ നീച്ചാൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ പേടിച്ചാൽ കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും നീച്ചിട്ടുണ്ടാവും. നല്ല വെളിച്ചുണ്ടാവും. അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ നല്ല വെളിച്ചമുള്ളതുകൊണ്ട് നമുക്കൊരു പേടി തോന്നില്ല കേട്ടോ അടുക്കളയിൽ നിന്നിട്ട്. പിന്നെ ഞാൻ ജനലും വാതിലൊക്കെ തുറക്കണമെങ്കിൽ കുറച്ച് നേരമാവും. കുറച്ചൊന്ന് വെളിച്ചം വെച്ചതിന് ശേഷമാണ് ഞാൻ തുറക്കുള്ളൂ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് തുറക്കുള്ളൂ. അത് വരെ അകത്തത്തെ പണി തന്നെ കേട്ടോ. അപ്പോൾ ദോശ റെഡിയായി. ഇനിയിപ്പോൾ എന്താ, സാമ്പാർ വെക്കണം. പിന്നെ ദോശക്കുള്ളൊരു ചമ്മന്തി ചട്ടിനി, നമ്മൾ കടലയും തേങ്ങയിട്ടൊരു ചട്ടിനി എന്നാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു ചെയ്യുന്നത്, ഉണ്ടാക്കണം. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ അതാ കുറച്ച് നേരം വെള്ളത്തെ പിന്നെ ജനൽ തുറന്നിലേക്ക് ഭയങ്കര വൃത്തികേടാട്ടാ. അപ്പോൾ കുറച്ച് വെളിച്ചം വെക്കട്ടെ എന്ന് കരുതി. ഇതൊക്കെ പിന്നെ തുറക്കുള്ളൂ കേട്ടോ. ഓലൊക്കെ പോയതിന് ശേഷം തുറക്കുള്ളൂ. മറ്റേ 2 തുറന്നത്. അപ്പോൾ കൈപ്പങ്ങ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ശർക്കര ഇട്ടെടുത്താൽ നല്ല രസം ഉണ്ടാവും. എന്താ വെച്ചാൽ എരും പുളിയും മധുരമൊക്കെ വരുമ്പോൾ കയ്പും ഒക്കെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ കാക്ക സമ്മതിക്കൂല. സാമ്പാർ റെഡിയായി. മീൻ മുളക് തേച്ച് വെച്ചിരിക്കണം. ഒരു പോകുമ്പോഴത്തിന് പൊരിച്ചാൽ മതി. കടല ചമ്മന്തിയാണ്, അത് റെഡി ആയിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാക്ക പറയുക കൈപ്പങ്ങൻ്റെ കഴിച്ചണേൻ്റെ കൂടെ മധുരം കൂടെ ചേർക്കുമ്പോൾ അത് വിഷമായി മാറുന്നതാണ് കാക്ക പറയുന്നത്. അറിഞ്ഞിട്ട് ഞാൻ ചെയ്യണ്ട കരുതി. അപ്പോൾ അതാ കട്ടൻ ചായ ആണെന്ന് പാല് കിട്ടിയില്ല. അപ്പോൾ കട്ടൻ ചായ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ ഞാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാനേ കട്ടൻ ചായ കുടിച്ചിട്ട് സങ്കടത്തിൽ. കുട്ടിക്ക് ഇത്ര നേരം എന്തായിരുന്നു പണി? കുട്ടി ഇത്ര നേരം ആകെ 7 മണി ലൈറ്റുള്ളകപ്പാട് ഓരിക്കും. അല്ല, ആ ചെടിയൊക്കെ പൊട്ടിച്ചിട്ടാ തുറക്കുക. ആ ശരി, മച്ചിൻ്റെ അല്ല തോന്നുന്നു കൊയ്യണേ ഞാൻ തട്ടാനാണ് കാണും മച്ചിമ്മ. കുറച്ച് നേരം അനങ്ങാണ്ട് ഇവിടെ ചളി തന്നെ ഇല്ല. പിന്നെ ഞങ്ങൾ എന്തിനു തുറക്കാൻ പറഞ്ഞു? വെറുതെ സമാധാനത്തിന് മതി. എൻ്റെ സിനിമോളെ വൃത്തിയാവണ്ടമ്മ.